നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ലേഡീസ്, എന്നിട്ട് ഒരു പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് വരുന്ന ഒരു സോക്കേടിനെ പറ്റി, അതായത് ഡിസ്മെനോറിയ എന്ന് പറയും. ഡിസ്മെനോറിയ മീൻസ് ഡിഫിക്കൽട്ടി ഓഫ് മെൻസസ്, അതായത് പീരീഡിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന വേദനയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് മിക്കവാറുമുള്ള എല്ലാ ലേഡീസിനും ഉണ്ടാവാറുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു ടീനേജേഴ്സ്. അപ്പം ഇതിന് പറയുന്നത് ഈ ഡിസ്മെനോറിയ, ഡിഫിക്കൽട്ടി ഓഫ് മെൻസസ്, ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും. ചില ആൾക്കത് മൈഗ്രെയിൻ ഹെഡേക്ക് പോലെ തലവേദന ഉണ്ടാവും, ഓർക്കാനം വരും, ഛർദിലുണ്ടാവും, അമിതമായ വേദനയായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ കാലിൻ്റെ പ്രത്യേകിച്ച് മുട്ടിന് മുകളിൽ തുടയ്ക്ക് ഭയങ്കര കഴപ്പായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക്, ആ ലേഡി ആയിക്കഴിഞ്ഞാലും ആ കുട്ടികൾ, ഒരു ടീനേജേഴ്സ് കുട്ടികളായി കഴിഞ്ഞാൽ തന്നെയും പിന്നെ അവർക്ക് 1-2 ദിവസത്തേക്ക് ഒരു ജോലി ചെയ്യാനോ ഒന്നിനും ഒരു താല്പര്യം വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന ഉണ്ടാവാം, ഓർക്കാനം വരാം, ഛർദിൽ വരാം, അമിതമായിട്ടുള്ള വേദന ഉണ്ടാവാം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഹോർമോണൽ ഇംബാലൻസാണ്. അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രജനാണ്. അപ്പോൾ വേണ്ടത്ര ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലാബറട്ടറി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോർമോൺ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോണാണ്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രൊജസ്ട്രോൺ. അപ്പം ഇതിന് പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവരി ലൂണാർ മന്ത്സ് ഒരു ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസമാണ്. അതൊരു ചന്ദ്രമാസം എന്ന് പറയും. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ 28 10 ലൂണാർ മന്ത് എന്ന് പറയുന്നതാണ് ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 ദിവസം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഈ ലൂണാർ മന്ത് 28 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പീരീഡ് അവർക്ക് ഒരു 4-5 ദിവസം താമസിച്ചും വരാം, നേരത്തെ വരാം. അതൊരു നോർമൽ നമുക്ക് പറയാം. പിന്നെ ഇതേ കൂടെ തന്നെ ചില ലേഡീസിന് ഏറ്റവും കൂടുതൽ മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ടാകുന്നത് ഈ ലൂക്കോറിയ എന്ന് പറയും. ലൂക്കോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പോക്ക്. അതുണ്ടെങ്കിൽ തന്നെയും ഈ സ്ത്രീകൾ അമിതമായിട്ട് മെലിഞ്ഞു പോകും. നമ്മൾ മലയാളത്തിൽ വെള്ളപ്പോക്കെന്ന് പറയും, ഇംഗ്ലീഷിൽ ലൂക്കോറിയ. അപ്പോൾ ഇതുമെല്ലാം ഈ വളരെ എല്ലാം റിലേറ്റഡാണ്. ഈ പീരീഡ് സമയത്ത് മാത്രമേ ലൂക്കോറിയ ഇല്ലാതിരിക്കുകയുള്ളൂ. കാരണം അത് ഈ പിന്നെ മെൻസ്ട്രൽ ബ്ലഡിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് അവരറിയുന്നില്ല. അല്ലാത്തപ്പോഴത്തേക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും. അത് മിക്കവാറും എല്ലാ ഈ കുട്ടികൾക്കും സാധാരണ ഉണ്ടാകുന്നുണ്ട്. അത് ഈ കോമൺ ആണെങ്കിൽ തന്നെ ഇതാരും അങ്ങനെ പറയാറേ ഇല്ല. പിന്നെ പ്രയാസമായിട്ട് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അവർ പറയും. അപ്പോൾ അതിനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡിസ്മെനോറിയ, ഡിഫിക്കൽട്ടി ഓഫ് ഈ വേദനയ്ക്ക് അതിൻ്റെ ഒരു കാരണം കുറയ്ക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രജൻ നോക്കിയിട്ട് അതിൻ്റെ പരിഹരിക്കാനുള്ള മരുന്നുകൾ ധാരാളമുണ്ട്, ദോഷവശമില്ലാത്ത മരുന്നുകളുണ്ട്. അതേസമയം വേദന സംഹാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പറ്റും. പക്ഷേ വേദന സംഹാരിക്കുള്ള ഏറ്റവും ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായിട്ട് വേദന സംഹാരി അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം പാരാസെറ്റമോളാണ് ഉപയോഗിക്കുന്നത്. അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. കാരണം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ പാരാസെറ്റമോൾ ഒരു ഡ്രഗായിട്ട് കണക്കാക്കാത്തത്. ഇത് വലിയൊരു ഇഞ്ചൂരിയസ് ഡ്രഗാണ് ഈ പാരാസെറ്റമോൾ. കഴിയുന്നത് നമ്മൾ പാരാസെറ്റമോൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അത് തന്നെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. ഇപ്പോൾ ഉദാഹരണം യൂറോപ്പിലോ അമേരിക്കയിലോ പാരാസെറ്റമോൾ, ഉദാഹരണം ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ അറിയാം ഡോളോ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. അത് പാരാസെറ്റമോൾ ആണ് അതിൻ്റെ കമ്പോണൻസ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷനൊന്നുമില്ല, ആരും എവിടെ പോയി ചോദിച്ചാലും അവർ കൊടുക്കും. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിൽ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ പാരാസെറ്റമോൾ കൊടുക്കില്ല. അപ്പോൾ അതൊരു
ഡേഞ്ചറസ് ആണ്. അത്രയും ഡേഞ്ചർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അമിതമായിട്ടുള്ള പാരാസെറ്റമോൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതിന് പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ഒരുപാട് മെഡിസിൻസ് മോഡേൺ മെഡിസിനിലുണ്ട്, ഹോമിയോപ്പതി സിസ്റ്റത്തിലുണ്ട്, ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇരിക്കാതെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഏത് സിസ്റ്റം ആയാലും മതി. അതൊരു കുറച്ച് ഒരു 1-2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നോർമലാവും. നോർമലായി കഴിഞ്ഞാൽ പിന്നെ അത് ഡോക്ടർ പറയുന്ന പോലെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഹാർട്ട് സ്കാൻ, പിന്നെ കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി. ഇതുകൊണ്ട് നമുക്കൊരു 90% ബ്ലോക്കും നമുക്ക് മാറ്റാൻ സാധിക്കും. മറ്റ് ബൈപ്പാസ് സർജറി ഒരു 4-1 അല്ലെങ്കിൽ 8-1 ചിലവ് മാത്രമേ വരുള്ളൂ. എൻ്റെ പ്രമാദമായ പേഷ്യൻസ് കെ.ആർ. നാരായണൻ സാറായിരുന്നു, മാർത്താണ്ഡ മഹാരാജാവ്, പിന്നെ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.